ഹായ് എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ തമ്പനയില് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ നാളെ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെക്കണ ചില കാര്യങ്ങൾ. അങ്ങനത്തെ ചില കാര്യങ്ങളെല്ലാം അങ്ങനെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കണ ഒരാളാട്ടോ ഞാനും. അപ്പോ അങ്ങനെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ചെയ്യാൻ അതിന് സമയം കിട്ടൂല. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. ഒന്നാമതേ ആയിട്ടുള്ളത് മടി തന്നെ കേട്ടോ. മടി മാറ്റി വെച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ പിന്നെ ഭയം. എന്ത് ചെയ്താലും അത് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി. പറയണത് തെറ്റിപ്പോകുമോ, ചെയ്യണത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടി. അതും എൻ്റെ കാര്യത്തിൽ ആ ഒരു രണ്ട് കാരണങ്ങളും എനിക്ക് നാളെ എന്നുള്ള മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനിത് ചെയ്യണ വീഡിയോയും പറയണ കാര്യങ്ങളും തെറ്റിപ്പോകും. കുറെ തെറ്റുകൾ ഉണ്ടാവും. എന്നാലും നമ്മള് അത് ചെയ്യാം. ആരെ ജേണി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും അത് തെറ്റി പഠിച്ചോണ്ടിരിക്കുക. തെറ്റി തന്നെയാണ് പഠിച്ചോണ്ടിരിക്കണത്. അപ്പോ തെറ്റെന്ന് കരുതി ആരും ചെയ്യാതിരിക്കരുത്. പിന്നെ ഇപ്പൊ ഞാന് ഒരു ജോലി വേണം. പാതി അതേപോലെ തന്നെ ഞാനിപ്പോ എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോ ഒരു ജോലി വേണം എന്ന് തോന്നി തുടങ്ങിയ സമയത്താണ് എനിക്ക് ഇതൊക്കെ മുന്നേ ചെയ്ത് തുടങ്ങാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇംഗ്ലീഷ് അറിയാത്ത ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ദിവസം ആ ഡേ കുറേ ടൈം അതിനു വേണ്ടി മാറ്റി വെക്കണം എന്നില്ല. എന്നാൽ ഒരു 15 മിനിറ്റ് ആയാലും മാറ്റി വെച്ച ഓരോ ദിവസവും ചെയ്യണം. എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. പെട്ടെന്ന് എല്ലാം കൂടി ഒപ്പരം ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റത്തെ ദിവസം അസൈൻമെന്റ് എഴുതി തീർക്കണ പോലെ. എന്നാൽ ഓരോ ദിവസവും നമ്മൾ കുറച്ച് കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നൂല, ബോറടിക്കൂല. അതേപോലെ തന്നെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും. എല്ലാ ദിവസവും കുറച്ച് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടണില്ല. ഇപ്പൊ ഞാനൊരു പ്രൊമോട്ടിങ് ജോബിന് പോവാന്ന് വിചാരിച്ചാൽ പോലും ബേസിക് ആയിട്ട് കിട്ടുന്ന ഒരു ജോലി, അതിന് പോലും അറ്റ്ലീസ്റ്റ് കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെങ്കിലും വേണം. അതുപോലും എനിക്കില്ല. ഇപ്പോ തുടങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ചിന്തിക്കണത്. എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഡിറ്റിംഗ് ഞാൻ വിചാരിച്ച ഫോണിൽ ചെയ്യണ പോലെ തന്നെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ആയുള്ള രീതിയിലേക്ക് എഡിറ്റിംഗ് എടുക്കാന്ന് ആയി നോക്കിയപ്പോൾ അതിലും കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്ന്. അതുകൊണ്ട് എല്ലാരോടും, ഈ വീഡിയോ കാണുന്ന എല്ലാരോടും, ഞാൻ ഇപ്പോഴും സീറോ ആണ്. എവിടെ എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലും ചെയ്യണം. വെറുതെ കുറെ ടൈം വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ.